വടകരയിൽ ഷാഫി പറമ്പലിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ടൗൺ ഹാളിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എംപിയുടെ വാഹനം തടഞ്ഞു. ഷാഫിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം, ഏത് വലിയ സമരക്കാരൻ വന്നാലും. രാഹുൽ കെ വി വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാഹുൽ, വടകരങ്ങാടിയിൽ നിന്ന് പേടിച്ചു പോകാനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷാഫി ചെയ്തത്. വലിയ പ്രതിഷേധം തന്നെയായിരുന്നു. പോലീസ് എങ്ങനെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്? മാധു, മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അത് പോലീസ് ഇടപെട്ട് പരിഹരിച്ചു വിടുകയാണ് ഉണ്ടായിരുന്നത്. പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ ചെറിയ രീതിയിലൊക്കെ CPM DYFI പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇന്ന് ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടായിട്ടുള്ളത്. വടകര ടൗൺ ഹാളിൽ KK രമ MLA യുടെ ഒരു പരിപാടി, അതിൻ്റെ ഉദ്ഘാടകനായിരുന്നു ഷാഫി പറമ്പിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് വേദിയിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് DYFI പ്രവർത്തകർ സംഘടിച്ചെത്തി MP വഴിയിൽ തടഞ്ഞത്. പ്രവർത്തകർ കൈവശം പ്ലക്കാർഡുകളുമൊക്കെയായാണ് മുദ്രാവാക്യം വിളികളുമായി MP വാഹനത്തിന് മുൻപിലേക്ക് ചാടി വീണത് എന്ന് വേണം പറയാൻ. പോലീസ് ഏറെ പാടുപെട്ടാണ് അവരെ നീക്കം ചെയ്തത്. അതായത് MP വരുന്നു, പ്രവർത്തകർ വാഹനത്തിന് മുൻപിലേക്ക് ചാടുന്നു. ആദ്യമേ ഷാഫി വാഹനത്തിനകത്ത് ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി DYFI പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി. നിങ്ങൾ ആദ്യം സമരം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്കാണ് എന്നാണ് ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരോട് ഷാഫി പറഞ്ഞത്. പീഡനാരോപണം നേരിടുന്ന നിരവധി നേതാക്കൾ മന്ത്രിസഭയിലടക്കമുണ്ട്, MLA മാരായി തുടരുന്നുണ്ട്. അവരോടൊന്നും സമരം ചെയ്യാതെ ഈ രീതിയിലുള്ള ആഭാസ സമരമാണ് DYFI പ്രവർത്തകർ നടത്തുന്നതെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നത്.